അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോണേ. സോ ഇന്നിപ്പോൾ വർക്കില്ലാത്ത ദിവസമായതുകൊണ്ട് ഞാനിന്ന് ചിക്കൻ കറി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ സാധാരണ ഇവിടുത്തെ ഫാമിലിയുടെ ഉള്ള സമയത്ത് ഞാനൊരു വീട് ഷെയറിങ് ആണല്ലോ. അപ്പോൾ നമുക്ക് അവരുള്ളപ്പോൾ നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഇട്ട് ഒത്തിരി മണപ്പിച്ച് അങ്ങനത്തെ രീതിയിൽ കുക്ക് ചെയ്യാൻ നമുക്ക് ഇച്ചിരി പ്രയാസമാണ്. എനിക്കതൊരു ഫീലിംഗ്, കാരണം ഇവർ അങ്ങനെ അത്ര സ്മെല്ലി ആയിട്ടുള്ള ഫുഡുകളൊന്നും ഉണ്ടാക്കാറില്ല. അപ്പം നമ്മുടെ മസാലയ്ക്ക് നല്ല മണമാണല്ലോ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഇന്നിപ്പോൾ അവരിവിടെ ഇല്ലാത്ത ദിവസമാണ്, മീൻസ് രണ്ടുപേർക്കും ജോലിയുള്ള ദിവസമാണ്. അപ്പം ഇന്ന് നമ്മളുടേതായ രീതിയിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ഒരു ആലോചന. അപ്പം ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോയ സമയത്ത്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രീസറിൽ വെച്ചിരുന്നപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ്. അപ്പം നമുക്കിന്ന് കേരള സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. വിജയിക്കൊന്നും എനിക്ക് അറിയത്തില്ല, അത്ര വലിയ ഒരു എക്സ്പേർട്ട് ഒന്നും അല്ല ഞാൻ ചിക്കൻ കറിയിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ മസ്റ്റായിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറച്ച് ചിക്കൻ്റെ ഒക്കെ ഉള്ള കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, പിൽഗ്രിമേജ് ഉണ്ട്, അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ നല്ല നല്ല വീഡിയോസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഓൾ ഞെക്കണം കേട്ടോ, അതുപോലെ ബെല്ലൈക്കൺ ഞെക്കണം. അതുപോലെ തന്നെ സാധാരണ എല്ലാവരും പറയുമ്പോൾ തന്നെ കേട്ടോ. അപ്പം മസ്റ്റായിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ പോയ സമയത്ത് നമ്മുടെ ആൽഡിയിൽ നിന്ന് നല്ല മുഴുത്ത ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതുകൂടാതെ ഓർഗാനിക് ഹോൾ പീൽ ടൊമാറ്റോസ്, ഇത് ആൽഡിയുടെ സാധനമാണ്. അപ്പം ഇത് മേടിച്ചിട്ടുണ്ട്. കൂടാതെ ഇങ്ങനെ 2 വലിയ സവോളയാണ് എടുത്തേക്കുന്നത് കാണാം. 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കാലടിയിൽ നിന്ന് നമ്മുടെ ഇറച്ചിക്കൂട്ടുകളെല്ലാം മേടിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ എല്ലാ മിക്സുകളും. കർത്താവേ, എന്നാ ഒരു സ്മെല്ലാണോ, എന്ത് രസമാണോ ഇത് സ്മെല്ല്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ പരിപാടികൾ ഓർമ്മ വരും. എല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ അകത്ത്. കുരുമുളക്, കസ്കസ്, പിന്നെ ആ സ്റ്റാർ പോലിരിക്കുന്ന സാധനം, പിന്നെ നമ്മുടെ വലിയ ജീരകം, അങ്ങനെ എല്ലാ കൂട്ടവും ഉണ്ട്. പൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചത് ഈ സൈഡ് അമ്മേ ഇത് ഉരുകിപ്പോയി. അയ്യോ, ഇതൊക്കെ ക്ലിയാണ് കാണിക്കുന്നത്. ഓക്കെ, അത് കരിഞ്ഞിരിക്കുന്നതാണോ എന്നൊരു കറുത്ത കളർ കാണുന്നുണ്ട്. എന്തായാലും ഓക്കെ ആണെന്നും തോന്നുന്നു. അത് ശരിയാക്കാൻ പോകണം. ഓക്കെ, പിന്നെ ഞാൻ ഈ ഏപ്രിലിനെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഈ ഷർട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ ഭക്ഷണം ഉണ്ടാക്കിയപ്പം മൊത്തം അതിൽ പിടിച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഏപ്രിലൊക്കെ ഇട്ടിട്ട് പൊളിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ കാര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കും. നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. ഞാൻ ഈ ചിക്കൻ ഒന്ന് വാഷ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അത് ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ട് കുറേയൊക്കെ, പക്ഷേ ചിലതൊക്കെ കരിഞ്ഞു പിടിച്ചെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുണ്ടോ? ഓക്കെ, സോ കണ്ടോ, അതിനെന്തോ മാറ്റം വന്നേക്കണ പോലെ. അയ്യോ, അപ്പം അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ കുക്ക് ചെയ്ത സമയത്തുള്ള ഈ കഴുക്കും പറക്കും എനിക്ക് പിടിക്കാത്തൊരു പരിപാടിയാണ്. ലൈക്ക് എല്ലാം വാഷ് ചെയ്ത് പാത്രം എല്ലാം ഒത്തിരി എടുത്ത് കഴുകി പറക്കി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര കഴിയാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം, അതാണ് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. അതല്ലാതെ പാത്രമൊക്കെ ഒത്തിരി എടുത്ത് കഴുക്കും പറക്കും ഓക്കെ. അപ്പോൾ ചിക്കൻ ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാലൻസ് സവോള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അതുകൊണ്ടോ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പം കൊണ്ട് എത്രയുണ്ട് ഒരു ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഒരെണ്ണം മതി ആക്ച്വലി. സോ ഞാനിതൊന്ന് പീൽ ചെയ്യാൻ പോവാണ്. ഉരുളക്കിഴങ്ങ് പീൽ ചെയ്ത് എല്ലാം വൃത്തിയാക്കണം. നമ്മുടെ നാട്ടിൽ ചെയ്യണ പോലെ തന്നെ പരിപാടിയാണ്. അവിടെ ഉണ്ടായിരുന്നു ഈ പീലിങ്. നാട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിതുപോലെ തന്നെ പീൽ ചെയ്ത് പറഞ്ഞെടുക്കണം. ഉപ്സ്, നല്ല മുഴുത്ത ഇതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ വലിയ പീസായിട്ടാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 2 സവോള വലിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ. ഞാൻ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ നമ്മുടെ ആ മസാലക്കൂട്ടില്ലേ, അതിനകത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, അതുപോലെ തന്നെ ഏലക്കായ, പിന്നെ ഗ്രാമ്പൂ, അങ്ങനെയുള്ളതെല്ലാം കൂടെ
കുറച്ചൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് നമുക്ക് ഞാൻ ചിക്കൻ ഉണ്ടാകുന്ന സമയത്ത് ഇച്ചിരി ചെറുജീരകം ഇടാറുണ്ട് കേട്ടോ അതിനകത്ത്. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇടാറുണ്ട്. ഞാനിൻ്റെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളീൻ്റെ പൗഡറില്ലേ, ഗ്രാനുവൽസ്, വെളുത്തുള്ളിൻ്റെ ഗ്രാനുവൽസും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് ഇച്ചിരി ഉള്ളൂ. കുരുമുളക് ഉമ്മയുടെ കയ്യിൽ വെച്ച് പൊക്കിയെങ്കിലോ ഞാൻ ആലോചിക്കുക. കാരണം എൻ്റെ കുരുമുളകിൻ്റെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഉണങ്ങി എല്ലാ സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുമ്പം ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് അവർക്കൊന്നും കൊണ്ടുവന്നില്ല. എന്നിട്ടിപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ പൊടി ഐറ്റംസ് പൊടിയുണ്ട്, പക്ഷേ ഈ അല്ലാത്ത കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട, അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഐ വാസ് ലുക്കിംഗ് ഫോർ ദ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അന്ന് ആ ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ മേടിച്ചത്. അതിപ്പോഴും അതുപോലെ എടുക്കാതിരിക്കുകയാണ്. ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇവിടെ ഭയങ്കര മണം വരുന്ന ഒക്കെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. കുറച്ച് മൊത്തം എണ്ണയാക്കും. ഇതാണ് ഇവിടുത്തെ കുക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ കാര്യം. എല്ലായിടും എണ്ണ തെറിക്കും. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിരിച്ച് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇപ്പോൾ ഇതാണ് ഏകദേശം പരുവം. ഞാൻ എല്ലാ കൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയുടെ കൂടെ എല്ലാ കൂട്ടങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് വഴണ്ട് വരട്ടെ നന്നായിട്ട് കേട്ടോ. അപ്പം അതെല്ലാം റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് അമ്മമാരിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മസാലകളൊക്കെ ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കാൻ പോകും കേട്ടോ. നമ്മുടെ ഇറച്ചി മസാലയാണ് നമ്മുടെ നാട്ടിലത്തെ കൂടുതൽ മസാല ഇട്ടാണ് ഉണ്ടാക്കാൻ പോകുക. വല്ലപ്പോഴും അല്ലേ പറ്റുള്ളൂ. പിന്നെ മുളക് പൊടി മൊത്തം എല്ലായിടത്തും ചാടും. ഓക്കെ, അപ്പം അത്യാവശ്യം മസാലകളെല്ലാം ഇട്ട് കൊടുക്കാൻ പോകുന്നു. ഇത്രയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. അച്ചാർ കൂടെ ഉണ്ട് എടുത്ത് കിട്ടെ. കർത്താവേ, ഒരു അച്ചാറിൻ്റെ മണം തന്നെ ഉണ്ട്. നല്ല ഇനി നമുക്ക് ഈ തക്കാളീൻ്റെ ഇതില്ല, ഇതിൻ്റെ പച്ചവൊന്നും മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തക്കാളീൻ്റെ ടേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കും. അതിക്കൊന്ന് ഷോ മാറണം, എന്നാണ് അതിൻ്റെ ഒരു വശത്തുള്ളത്. ഒന്നും ഇട്ട് കൊടുക്കരുത്. ഏകദേശം പച്ചക്കറി മാറിയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് തക്കാളി പേസ്റ്റ് ഒന്നും മതിയായിരിക്കും. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ചുമന്ന നിറത്തിൽ പിടിച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാല നമുക്ക് ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ മസാലയുടെ എല്ലാം ചേർത്ത് കൊടുത്ത് ചിക്കൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി ഇടാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ മുറിഞ്ഞില്ലേ,
എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. അപ്പം ഇനി ഇത് ഒന്ന് നന്നായിട്ട് വേവണം. തേങ്ങാപ്പാൽ ഒഴിക്കാൻ മറന്നു പോയി. പക്ഷേ തേങ്ങാപ്പാൽ പോയി മേടിച്ച് എടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ എൻ്റെ കുക്കിൽ നിങ്ങൾക്ക് മോസ്റ്റ്ലി അറിയാമല്ലോ, എന്നാലും തോന്നുന്ന കാര്യങ്ങളായിരിക്കും അന്നാരം ഇടുന്നത്. പ്രത്യേകിച്ച് പ്രീ ഒക്യുപ്പൈഡൊന്നും ആയിരിക്കില്ല ഒരു കാര്യങ്ങളും. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു മഷ്റൂം എൻ്റെ സ്ഥിരം സാധനമുണ്ട് കേട്ടോ. സോ അത് കുറച്ച് കുറയ്ക്കണ്ടാവും, നമ്മൾ എന്തിനാ കുറയ്ക്കണം. അപ്പം ഞാനത് കണ്ടിക്കുന്നൊന്നുമില്ല, വലുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 4 ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. വലിയ മഷ്റൂമാണ് കിട്ടിയത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം. അപ്പം ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചങ്ങ് ഇട്ട് കൊടുക്കുക. 4 ഇട്ട് കൊടുക്കും, ഇത്തിരി ഇടണ്ട, 3-4. അപ്പം വേറൊരു ടേസ്റ്റ് ആവും. അപ്പം അതിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തെ സോസേജ് മേടിച്ചിട്ടുണ്ട്. ഐറിഷ് സോസേജ് മേടിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഐറിഷ് സോസേജും കൂടെ 2 ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ ടൈപ്പ് കുക്കിംഗ് ആണല്ലേ, കണ്ടോ? ഇത് കണ്ടിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. അപ്പം ഐറിഷിൻ്റെ സോസേജ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ എൻ്റെ കുക്കിങ്ങിൽ മാത്രം കാണുന്ന കുറച്ച് വളരെ പരിതാപകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷെ ടേസ്റ്റ് പൊളിയായിരിക്കും. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേസ്റ്റ് വരുമ്പോൾ ഒന്നൊന്നര ടേസ്റ്റ് ആയിരിക്കും. അത് വേറൊരു കാര്യമാണ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ അപ്പം ഓർത്തു ഫ്രിഡ്ജിനകത്ത് തൈര് ഇരിക്കുന്നുണ്ട്. അപ്പം പക്ഷേ തൈരും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തത് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതൊന്ന് പിടിച്ച് വരട്ടെ. അടി പിടിക്കുമെന്ന് അറിയത്തില്ല, ഒന്ന് നന്നായിട്ടായി വരട്ടെ. അടിപൊളിയാണ് കേട്ടോ, കണ്ടു കഴിഞ്ഞാൽ തന്നെ കൊതിയാവും. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ നല്ലതെന്ന് പറയുകയാണ് അല്ലേ, പക്ഷെ നല്ലതാണ് യഥാർത്ഥത്തിൽ. ഞാൻ കാണിച്ചു തരാം. നല്ല കൊഴുപ്പായിട്ട് ഇരിക്കുന്നത് നല്ല ഇല്ലേ. അടി പിടിക്കുന്നൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അടി പിടിക്കാത്ത ചെയ്യും. ഓക്കെ, നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തൈര് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. തൈര് ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ, ഇടണ്ട, ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് കവർ വെച്ച് മൂടി വെച്ച് വീഴിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഫാസ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പം അത് നമുക്ക് ചെയ്യാം. അപ്പം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇപ്പം തിളയ്ക്കണ കറി, ചിക്കൻ കറി തിളയ്ക്കുന്ന കണ്ടോ. അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളറാണ് കേട്ടോ, പൊളി കളറാണ്, കണ്ടോ. അപ്പോൾ ചിക്കൻ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി റൈസും കൂടെ ഞാൻ ഇടാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ കറി അങ്ങ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റൊക്കെയാണ്. നല്ല റെസിപ്പിയാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തൈരൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.